ആ പ്രൊഡക്റ്റ്. ഇത് ഒരുപാട് പേർക്ക് നല്ലൊരു യൂസ് ആയിട്ടിരിക്കും. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ പിച്ചുമ്പോൾ കട്ടി കണക്ക് പൊങ്ങിയിരിക്കത്തില്ലേ, ഇതിനകത്ത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കണക്ക് തന്നെ നമുക്കിത് കിട്ടും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? കുറച്ച് ദിവസം ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീണ്ടും ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നല്ലൊരു മഴയായിരുന്നു. അതിനുശേഷം നല്ല വെയിലുണ്ട്. അപ്പൊ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 27,000 പേര് കണ്ടിട്ടുണ്ട്. കണ്ടവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം പേഴ്സണലി വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇടിയപ്പത്തിന്റെ സ്റ്റാൻഡ് എവിടുന്നാ മേടിച്ചത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാ, വില എങ്ങനെയാന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പ്ലീസ്. അപ്പൊ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് ഒരുപാട് പേർക്ക് നല്ലൊരു യൂസ് ആയിട്ടിരിക്കും. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ പിച്ചുമ്പോൾ കട്ടി കണക്ക് പൊങ്ങിയിരിക്കത്തില്ലേ, ഇതിനകത്ത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കണക്ക് തന്നെ നമുക്കിത് കിട്ടും. ഇതിനകത്ത് ഞാൻ 5 തട്ടാണ് മേടിച്ചത്. ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാം. ഇതിന്റെ ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു. ഞാൻ ഈ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച എങ്ങനെ ക്വാളിറ്റി ശരിയാവോ, നമുക്ക് പെട്ടെന്ന് ചണങ്ങുന്ന ടൈപ്പ് ആണോ എന്നൊക്കെ. പക്ഷെ അല്ല, ഇതിന്റെ ക്വാളിറ്റി, ഈ സ്റ്റീലിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പൊ ഞാൻ മേടിച്ചത് 750 രൂപയ്ക്കായിരുന്നു ഇത്. ഈ 5 തട്ടുള്ളത് മേടിച്ചത്, പ്ലസ് ഷിപ്പിംഗ് ചാർജ് 100 രൂപയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള പ്രയോജനം എന്ന് വെച്ചാൽ കട്ട കെട്ടി കൂടെ നിന്ന് നമുക്ക് പിച്ചുമ്പോൾ തന്നെ ഭയങ്കര കട്ടിയായിട്ടൊന്നും ഇരിക്കത്തില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് നമുക്ക് അതിഥിയൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ഞെട്ടിക്കാനും കൊള്ളാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കും. അവർ ചോദിക്കുകയും ചെയ്യും നമ്മൾ ഇത് കടയിൽ നിന്നാണോ മേടിച്ചത്. ഞാൻ കടകളിൽ മാത്രമേ ഇങ്ങനെയുള്ള വീശപ്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഇത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കാനും ഇത് എളുപ്പമാണ്. ഇതെന്ന് വെച്ചാൽ ഏകദേശം ഈ 5 തട്ടിൽ തന്നെ നമുക്കൊരു 10-15 എണ്ണം ഉണ്ടാക്കുന്ന ആ ഒരു സൈസിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ 10-15 എണ്ണം നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് തന്നെ ഈ 5 തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വീഡിയോ കാണിച്ചു തരാം. ഇതെങ്ങനെയാ വീശി നമ്മള് നല്ല വീശപ്പം പോലെ വരുന്നത് കാണിച്ചു തരാം. പിന്നെ എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇത് 3 മുതൽ തട്ട് വരുന്നതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ ഒരു 5, 6, 7 തട്ടൊക്കെ മേടിക്കുന്നതാണ്. എങ്കിൽ നമ്മുടെ പഴയ ഇഡലി കുട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്കെയിൽ വെച്ച് അളന്ന് നോക്കി അവര് പറഞ്ഞു തരും. ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ഹാപ്പി കിച്ചൺ എന്നാണ് കേട്ടോ. ഇത് കൂടാതെ അവരുടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. എങ്കിൽ കൂടുതലും ഈ പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി കണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചതും. കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിനേക്കാളും അപ്പുറമായിരുന്നു ഇതിന്റെ ക്വാളിറ്റികൾ. ഇത് ജിപേ വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്തതിനു ശേഷം ഒരു 5 ദിവസത്തിനുള്ളിൽ, വർക്കിംഗ് ഡേയ്സ് 5 ദിവസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടും. അപ്പം വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങാം. ഇത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു പാത്രമാണ്. ഞാൻ മുന്നേ ഇടിയപ്പം ഉണ്ടാക്കുന്ന, കൈ നനയാതെയും പൊള്ളാതെയും ഉണ്ടാക്കുന്ന ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതും ഒന്ന് കയറി കണ്ടേരാ കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് പീച്ച് കാണിച്ചു തരാവേ. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പഴയകാല ഇടിയപ്പത്തട്ടുണ്ടല്ലോ, ആ ഇടിയപ്പത്തട്ട് നമ്മൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഇടിയപ്പം പീച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ പോലെ ഒരു 7-8 മിനിറ്റ് വേണം വേവാൻ. അതിൽ കൂടുതൽ എടുക്കുമെങ്കിലേ ഉള്ളൂ. ഇതിനകത്തൊരു 3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. കാരണം നമുക്ക് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. അതുമല്ല ആവി എല്ലാം ഒരുപോലെ എല്ലായിടവും എത്തുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ കട്ടി കുറവാണ്, സോഫ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ പാത്രം മേടിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മേടിക്കണം കേട്ടോ. നല്ല ഉപകാരപ്രദമായ ഒരു പാത്രമാണിത്. നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പഴയ കാലത്തെ ഇടിയപ്പത്തട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നല്ലേ. അതിനേക്കായി ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാണ് ഇത്. നമ്മുടെ ഹസ്ബൻഡിനും മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്നെ ചോദിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ആദ്യം ഞാൻ ഇത് മേടിച്ച് ആദ്യം ഹസ്ബൻഡ് ഒന്ന് വഴക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലിപ്പം ആൾക്ക് എപ്പോഴും ഇടിയപ്പം തന്നെ വേണം. ഇവിടെ മിക്ക ദിവസം ഇടിയപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് മേടിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ, സീ യു.